ഡിയർ സ്റ്റുഡൻസ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡേറ്റ സ്ട്രക്ചറിലെ സ്പാർസ് മെട്രിക്സ് എന്ന് പറഞ്ഞൊരു ടോപ്പിക്കാണ്. ഇത് നമുക്ക് ലാബിൻ്റെ സിലബസിൽ പറയുന്നുണ്ട് പ്രോഗ്രാമായിട്ട് ചെയ്യാനായിട്ട്. അതായത് അറേ എന്ന് പറയുന്നൊരു പോർഷൻ്റെ കൂടെ നമ്മൾ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് സ്പാർസ് മെട്രിക്സ്. കാരണം മെട്രിക്സ് ആണല്ലോ, മെട്രിക്സ് നമ്മൾ 2 ഡയമെൻഷൻ അറേ ആയിട്ടല്ലേ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ തിയറി സിലബസിൽ ഇത് പറയുന്നില്ല. സ്റ്റിൽ നിങ്ങൾക്കിത് നിങ്ങളുടെ തിയറി എക്സാമിന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം നമ്മളിത് ലാബിൽ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞിട്ട് കാരണം നമുക്ക് തിയറി എക്സാമിലും ചോദിക്കാം. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. പ്രോഗ്രാം ചെയ്യുമ്പോൾ, അതായത് ലാബിൽ നമ്മൾ പ്രോഗ്രാമായിട്ടായിരിക്കും ചെയ്യുക. തിയറിയിൽ നിങ്ങൾ ഇതിൻ്റെ തിയറി, സ്പാർസ് മെട്രിക്സിൻ്റെ തിയറി ആയിരിക്കും നമ്മൾ കൂടുതൽ പഠിക്കുക. ഓക്കെ, അതിൻ്റെ അൽഗോരിതം തിയറിയൊക്കെ. A matrix is a mathematical object that has many uses. In programming, we are usually using 2-dimensional arrays to represent matrices. A matrix normally consists of m rows and n columns. So, rows vary from 0 to m minus 1, columns vary from 0 to n minus 1. Okay, അതായത് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മാത്തമാറ്റിക്കൽ ഒബ്ജക്റ്റ് ആണ്. നമ്മൾ സാധാരണ പ്രോഗ്രാമിംഗ് കോൺസെപ്റ്റിൽ മെട്രിക്സ് റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു 2-ഡയമെൻഷൻ അറേ ആയിട്ടായിരിക്കും. അതായത് 2 ഡയമെൻഷൻസ്, നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും. ഇപ്പോൾ m നമ്പർ ഓഫ് റോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും 0 to m minus 1. n നമ്പർ ഓഫ് കോളംസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും 0 to n minus 1. ഓക്കെ, നമ്മൾ സാധാരണ മെട്രിക്സ് ചെയ്യുന്ന പോലെ തന്നെ. സ്പാർസ് മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് മെട്രിക്സ്. അതായത് മെട്രിക്സിൻ്റെ ഒരു കാറ്റഗറൈസേഷൻ ആണ്. കുറച്ച് വ്യത്യാസമേ ഉള്ളൂ. നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഈ 2-ഡയമെൻഷൻ അറേ വെച്ചിട്ട് തന്നെയായിരിക്കും നമ്മൾ സ്പാർസ് മെട്രിക്സും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി കൺസിഡർ ദ ഫോളോയിങ് എക്സാമ്പിൾ ഓഫ് എ മെട്രിക്സ്. ഈ ഒരു മെട്രിക്സിൽ 4 കോളം ഉണ്ട്. Its index starts from 0 to 3 and 3 rows index from 0 to 2. ഓക്കെ, അപ്പോൾ ഈ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0 0 ആയിരിക്കും. അതായത് 0th റോയിൽ 0th കോളം. ഈ എലമെൻറ്റോ 0th റോയിൽ ഫസ്റ്റ് കോളം. ഈ എലമെൻ്റ് എന്ന് പറഞ്ഞാൽ 0th റോയിൽ സെക്കൻഡ്. ഓക്കെ, സോ ഇതെന്ന് പറഞ്ഞാൽ 0th റോയിലെ 3rd കോളത്തിൻ്റെ എലമെൻ്റ് ആണ് 9. അതേപോലെ ഫസ്റ്റ് റോയിലെ 0th കോളം എലമെൻ്റ് ആണ് 9. ഓക്കെ, ഇനി ഫസ്റ്റ് റോയിലെ ഫസ്റ്റ് കോളം എലമെൻ്റ് ആണ് 0. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോവുക. ദിസ് മെട്രിക്സ് കൺസിസ്റ്റ് ഓഫ് 3 rows and 4 columns. So, row index from 0 to 2 and column index from 0 to 3. ഇനി suppose we consider another matrix named X in which the most of the elements are zeros. For example, okay, 8 0 0 2 0 0 0 7 6 1 0 4 0 0 2. അപ്പോൾ നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ കാണുമ്പോൾ മനസ്സിലാകും ഇതിനകത്ത് സീറോസിൻ്റെ എണ്ണമാണ് കൂടുതൽ. ഓക്കെ, കമ്പയർ ടു നോൺ സീറോ എലമെൻറ്റ്സ്. ഓക്കെ, സീറോ എലമെൻറ്റ്സ് ആണ് കൂടുതൽ നോൺ സീറോ എലമെൻറ്റ്സിനേക്കാളും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ദിസ് മെട്രിക്സ് കൺസിസ്റ്റ് ഓഫ് 3 rows and 5 columns. ഓക്കെ, ഈ മെട്രിക്സിൽ എത്രയുണ്ട്? 3 rows ഉണ്ട്, 5 columns ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് അറിഞ്ഞൂടെ? 3 rows ആകുമ്പോൾ അതിൻ്റെ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? 0 to 2. 5 columns ആകുമ്പോൾ 0 to 4 ആയിരിക്കും അതിൻ്റെ ഇൻഡെക്സ്. Out of 15 elements, only 7 elements are non-zero. Okay, ഇതിനകത്ത് 15 elements ഉണ്ട്. അതായത് 3 by 5, 3 into 5, 15 elements ആണ്. 15 elementsൽ 7 elements മാത്രമേ എന്തുള്ളൂ? നോൺ സീറോ എലമെൻ്റ് ഉള്ളൂ. അതായത് 8 2 7 6 1 4 2. ഓക്കെ, ഇത്ര എലമെൻറ്റ്സ് മാത്രമാണ് നോൺ സീറോ എലമെൻറ്റ്സ്. ബാക്കി എല്ലാവരും സീറോ ആണ്. അതായത് 15 എണ്ണത്തിൽ 7 എണ്ണം നോൺ സീറോയും ബാക്കി 8 എണ്ണം സീറോയും. അതായത് മെജോറിറ്റി എലമെൻ്റ് എന്താണ്? 0 ആണ്. ഓക്കെ, ഇനി ഇതിൽ വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മളിപ്പോൾ ഇതൊരു ഇൻറ്റീജർ ആയിട്ടായിരിക്കും നമ്മൾ ഈ മെട്രിക്സ് ഡിക്ലെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇൻഡ് എ ഓഫ് 10 10 എന്നൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമ്മളിത് ഡിക്ലെയർ ചെയ്യുന്നത്. ഓക്കെ, ഇൻഡ് എ ഓഫ് 10 10. അപ്പോൾ 10 by 10 എന്ന് പറഞ്ഞാൽ 20 കോളംസ് നമുക്ക്, അല്ലെങ്കിൽ 20 എലമെൻറ്റ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യും. 10 by 10 20 അല്ല, സോറി, 10 by 10 100 എലമെൻറ്റ്സ് നമുക്ക് ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇപ്പോൾ ഈ ഒരു മെട്രിക്സ് സ്റ്റോർ ചെയ്യാനായിട്ട് നമ്മൾ എങ്ങനെ കൊടുക്കുക? എ ഓഫ് 3 5 അല്ലേ? എ എന്ന് പറഞ്ഞൊരു മെട്രിക്സ് 3 5, നമ്പർ ഓഫ് റോസ് 3യും നമ്പർ ഓഫ് കോളംസ് 5. അപ്പോൾ എ ഓഫ് 3 5 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 15 എലമെൻറ്റ്സ് നമുക്ക് അതിനകത്ത് സ്റ്റോർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇൻറ്റീജറായിട്ട് തന്നെ നമ്മളത് ഡിക്ലെയർ ചെയ്യുമ്പോൾ ഓരോ എലമെൻറ്റിനും എത്ര ബൈറ്റ് കിട്ടും? 2 ബൈറ്റ് കിട്ടും. ഓക്കെ, ഇപ്പോൾ 15 into 2 30 ബൈറ്റ്സ് ആണ് മൊത്തം ഈ ഒരു മെട്രിക്സ് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഈ 30 ബൈറ്റ്സിൽ സീറോ സ്റ്റോർ ചെയ്യാൻ എത്ര ബൈറ്റ്സ് എടുക്കുന്നുണ്ട്? നമ്പർ ഓഫ് സീറോസ് എന്ന് പറഞ്ഞാൽ 8 ആണ്. സോ 8 into 2 16 ബൈറ്റ്. അതായത് 30 ബൈറ്റ്സിലെ പകുതിയിൽ കൂടുതൽ 16 ബൈറ്റ്സ് നമ്മൾ എന്ത് ചെയ്തേക്കാണ്? 0 എന്ന് പറഞ്ഞൊരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എടുത്തേക്കാണ്. ഓക്കെ, അതായത് ഈ മെട്രിക്സിൽ മെജോറിറ്റി പാർട്ടും എന്തായിരിക്കും? 0 എന്ന് പറഞ്ഞ എലമെൻ്റ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ
മെമ്മറിയിൽ മെജോറിറ്റി പാർട്ട് ഈ 0 എന്ന് പറഞ്ഞ ഒരു നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ കൊടുക്കുകയാണ്. ആ 0ക്ക് പ്രത്യേകിച്ച് വാല്യൂ ഉണ്ടോ? ഇല്ല. ഇപ്പോൾ 8 എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും സ്റ്റോർ ചെയ്തേ പറ്റുള്ളൂ. കാരണം ഒരു നോൺ 0 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അത് 8 ആകാം, 7 ആകാം, 6 ആകാം, എന്തും ആകാം. പക്ഷേ 0 എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ 0 മാത്രമേ വരുള്ളൂ. അപ്പോൾ 0 എന്ന് പറഞ്ഞൊരു സാധനം സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇത്രയും മെമ്മറി എടുക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതൊരു ചെറിയ മെട്രിക്സിൻ്റെ കേസ്. ഇനി സപ്പോസ് താഴെ നോക്ക്, ഇൻ എ കമ്പ്യൂട്ടർ ഇഫ് ഇറ്റ് ഇസ് സ്റ്റോറിങ് എ മെട്രിക്സ് ഓഫ് 5000 rows and 5000 columns and most of the elements are zeros, it causes mass wastage. ഓക്കെ, അതായത് ഇവിടെ നമ്മൾ 3/5 മെട്രിക്സ് ആണ്. അതിനകത്ത് തന്നെ ഒരു 16 ബൈറ്റ് നമ്മൾ 0ക്ക് വേണ്ടി മാത്രം വെറുതെ കളയാണ്, വേസ്റ്റ് ചെയ്ത് കളയാണ്. ഇനി ഒരു 5000 റോസും 5000 കോളംസും, അതായത് 5000/5000 മെട്രിക്സ് എടുക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ മെജോറിറ്റി സീറോസ് ആണെങ്കിൽ സീറോസിന് വേണ്ടി നമ്മൾ എത്ര ബൈറ്റ്, ഓക്കെ, അതായത് എത്ര ബൈറ്റ്, ഇപ്പോൾ എത്ര എലമെൻറ്റ്സ് ഉണ്ടാകും. സപ്പോസ് ഒരു 5000, മിനിമം 5000 എന്ന് പറയാൻ പറ്റില്ല, 5000/5000 എന്ന് പറയുമ്പോൾ അതിൻ്റെ റേഞ്ച് കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഒരു മിനിമം 10,000 എങ്കിലും സീറോസ് ഉണ്ടെന്ന് വിചാരിക്കും. ഈ 10,000 സീറോസിന് എത്ര ബൈറ്റ് വേണം സ്റ്റോർ ചെയ്യാൻ? 10,000 × 2 ബൈറ്റ്സ് വേണം. അപ്പം 20,000 ബൈറ്റ്സ് വെറുതെ 0 എന്ന് പറഞ്ഞാൽ ഒരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് അട്ടർ വേസ്റ്റേജ് ആണ്. ഓക്കെ, നമ്മുടെ മെമ്മറീനെ അത്രയും കൂടെ എന്ത് ചെയ്യണം, നമ്മൾ ഭയങ്കര സഫോക്കേറ്റ് ചെയ്യാണ്. ഓക്കെ, അതായത് അത്രയും നമ്മൾ കുത്തി നിറച്ച് നമ്മൾ ആകെ 0 എന്ന് പറഞ്ഞൊരു വാല്യൂ സ്റ്റോർ ചെയ്യാൻ വേണ്ടി മാത്രം നമ്മൾ മെമ്മറി അത്രയും വേസ്റ്റ് ചെയ്യാണ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ടെങ്കിൽ മെമ്മറി വേസ്റ്റേജ് ആണ്. അതുപോലെ തന്നെ മെമ്മറി ഒരുപാട് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ നമ്മുടെ എഫിഷ്യൻസി അതേപോലെ എഫക്റ്റ് ചെയ്യുകയും ചെയ്യും. സോ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇങ്ങനത്തെ ഒരു മെട്രിക്സ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതിനെ ടാക്റ്റിക്കലി അത് ഡീൽ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ വി ഹാവ് ടു ഫൈൻഡ് അനദർ മെത്തേഡ് ഫോർ സ്റ്റോറിങ് എ മെട്രിക്സ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു മെട്രിക്സ് സ്റ്റോർ ചെയ്യണം. ഇങ്ങനത്തെ ഒരു മെട്രിക്സ്, എങ്ങനത്തെ മെട്രിക്സ്? സീറോസിൻ്റെ എണ്ണം കൂടുതലും ദാൻ നോൺ സീറോസ്. ഓക്കെ, അതായത് നമ്പർ ഓഫ് സീറോസ് ഇസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് നോൺ സീറോസ്. ഇങ്ങനത്തെ ഒരു കണ്ടീഷൻ വരികയാണെങ്കിൽ അത് സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മളൊരു സ്പെഷ്യൽ മെത്തേഡ് യൂസ് ചെയ്യണം. ആ ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ആ ഒരു മെത്തേഡാണ് എന്ത്? സ്പാർസ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനത്തെ ഒരു മെട്രിക്സ് വരാം. സീറോസിൻ്റെ എണ്ണം കൂടുതലുള്ള മെട്രിക്സ് വരാമല്ലോ, വരാൻ പാടില്ല എന്ന് നമുക്ക് നിർബന്ധമൊന്നും പറയാൻ പറ്റില്ല, വരാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ആ സീറോസൊക്കെ അങ്ങനെ തന്നെ വെച്ച് നമ്മൾ സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ മെമ്മറി അത്രയും വേസ്റ്റായി പോവാണ്. അതുമൂലം എന്ത് സംഭവിക്കും? നമ്മുടെ സിസ്റ്റം എഫിഷ്യൻസി കുറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഒരു മെത്തേഡ് കൊണ്ടുവന്നേക്കാണ് സ്പാർസ് മെട്രിക്സ് മെത്തേഡ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫിഷ്യൻ്റ്ലി ഇങ്ങനത്തെ ഒരു മെട്രിക്സ് നമുക്ക് സ്റ്റോർ ചെയ്യാം. എങ്ങനത്തെ മെട്രിക്സ്? നമ്പർ ഓഫ് സീറോസ് ആർ ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ്. അങ്ങനെ ഒരു മെട്രിക്സ് നമുക്ക് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു എഫക്റ്റീവ് മെത്തേഡാണ് സ്പാർസ് മെട്രിക്സ് മെത്തേഡ്. ഓക്കെ, ഇനി സ്പാർസ് മെട്രിക്സ് കൺസിസ്റ്റ് ഓഫ് 3 columns. Index from 0 to 2 and number of rows is equal to number of non-zero elements plus 1. അതായത് സ്പാർസ് മെട്രിക്സ് നമ്മൾ ഫോം ചെയ്യുകയാണ്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം റോസും കോളംസും ഉണ്ടാകും. അതിനകത്ത് കോളത്തിൻ്റെ നമ്പർ ഫിക്സഡ് ആയിരിക്കും എപ്പോഴും. അതായത് നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ 3 ആയിരിക്കും. കുറയുമില്ല, കൂടുകയുമില്ല. എപ്പോഴും ഏത് സ്പാർസ് മെട്രിക്സ്, നിങ്ങൾ ഏത് മെട്രിക്സിൻ്റെ ഒരു 5/3 മെട്രിക്സിൻ്റെ സ്പാർസ് മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിലും, ഒരു 5/5 മെട്രിക്സിൻ്റെ സ്പാർസ് മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിലും, അല്ലെങ്കിൽ 10/10 മെട്രിക്സിൻ്റെ സ്പാർസ് മെട്രിക്സ് ഒക്കെ ഉണ്ടാക്കുകയാണെങ്കിലും സ്പാർസ് മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും 3 ആയിരിക്കും. ഓക്കെ, അതിൻ്റെ ഇൻഡെക്സ് 0 to 2 ആയിരിക്കും. അത് ഫിക്സഡ് ആണ്. പക്ഷേ നമ്പർ ഓഫ് റോസ് ആയിരിക്കും വേരി ചെയ്യുക. നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് പ്ലസ് 1. ഓക്കെ, ഇപ്പോൾ ഈ ഒരു കേസ് എടുക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് എത്രയാണ്? 7 ആണ്. സോ 7 + 1 8 റോസ് ആയിരിക്കും ഒരു സ്പാർസ് മെട്രിക്സിൽ ഉണ്ടാവുക. 8 റോസ് ആയിരിക്കും ഈ ഒരു മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് സ്പാർസ് മെട്രിക്സിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഏത് മെട്രിക്സ് ആണോ എടുക്കുന്നത് അതിൻ്റെ നമ്പർ ഓഫ് നോൺ സീറോ പ്ലസ് എന്താണ് 1 ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഈ ഒരു മെട്രിക്സ് എടുത്തപ്പോൾ ഇതിലെ നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ 7 ആയിരുന്നു. സോ 7 + 1 എന്ന് പറഞ്ഞാൽ 8 കിട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് സ്പാർസ് മെട്രിക്സ് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്പർ ഓഫ് റോസ് എന്ന് പറയുന്നത് 8ഉം നമ്പർ ഓഫ് കോളംസ് എന്ന് പറയുന്നത് 3ഉം ആയിരിക്കും. ഓക്കെ, സോ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും? റോസിൻ്റെ ആണെങ്കിൽ 0 to 7ഉം കോളത്തിനാണെങ്കിൽ 0 to 2ഉം. ഇനി ദ എബവ് മെട്രിക്സ് ഓഫ് ഫിഗർ 1 ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എ സ്പാർസ് മെട്രിക്സ് ആസ് വി നെയിം ഇറ്റ് ആസ് എ. നമുക്ക് ഇതിൻ്റെ കറസ്പോണ്ടിങ് ഒരു സ്പാർസ് മെട്രിക്സ് ഉണ്ടാക്കാനായിട്ട് പറ്റുമെന്നാണ് പറയുന്നത്. ഇവിടെ ഞാൻ എക്സാമ്പിൾ വെച്ചേക്കുന്നത് വേറൊരു മെട്രിക്സ് ആണ്. ഇതാണ് മെട്രിക്സ്. ഇതിനകത്ത് 5 കോളംസും 4 റോസും ഉണ്ട്. ഓക്കെ, 0 0 3 0 4 0 0 5 7 0 0 0 0 0 0 0 2 6 0 0. ഓക്കെ, ഇതാണ് നമ്മുടെ മെട്രിക്സ്. ഇതിനകത്ത് നോക്കുമ്പോൾ തന്നെ കാണും, അതായത് 3 4 5 7 2 6. ഓക്കെ, അതാകെ 6 എലമെൻറ്റ്സ് മാത്രമേ നോൺ സീറോ ഉള്ളൂ. ബാക്കി എല്ലാവരും എന്താണ്?
സീറോ എലമെൻ്റ് ആണ്. ഓക്കെ, ഇപ്പോൾ മെജോറിറ്റി ഏതാ വന്നേക്കുന്നത്? സീറോ എലമെൻ്റ് ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ സ്പാർസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്പാർസ് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്യാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെ ഒരു ടാബുലർ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. ഇതിനെ ഒരു ടാബുലർ റെപ്രസെൻറ്റേഷനിലേക്ക് മാറ്റുക എന്നുള്ളതാണ്. അതിന് ആദ്യം വേണ്ടത് 3 ഫീൽഡ് വേണം. ഓക്കെ, റോ എന്ന് പറയുന്നൊരു ഫീൽഡ്, കോളം എന്ന് പറയുന്നൊരു ഫീൽഡ്, അതിൻ്റെ കറസ്പോണ്ടിങ് വാല്യൂ. ഓക്കെ, ഇതെന്താ പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നോൺ സീറോ എലമെൻ്റ് ആയിരിക്കും. ആ മെട്രിക്സിലെ നോൺ സീറോ എലമെൻ്റ് ആയിരിക്കും വാല്യൂവിൽ വരുന്നത്. നോക്ക്, 3 4 5 7 2 6 കണ്ടോ, 3 4 5 7 2 6. അപ്പോൾ വാല്യൂ എന്ന് പറയുന്ന ആ ഒരു കോളത്തിൽ വരേണ്ടത് എന്താണ്? നമ്പർ അല്ല, നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കും അതിനകത്ത് വരേണ്ടത്. ഓക്കെ, ഇതിനകത്ത് ഈ ഒരു മെട്രിക്സിൽ 6 നോൺ സീറോ എലമെൻ്റ് ആണ്. ആ 6 നോൺ സീറോ എലമെൻ്റ് ആണ് വാല്യൂ എന്ന് പറയുന്ന ആ ഒരു ഫീൽഡിൽ വരേണ്ടത്. ഓക്കെ, ഇനി റോ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ കോളം എന്ന് പറഞ്ഞാൽ കറസ്പോണ്ടിങ് ഈ നോൺ സീറോ എലമെൻറ്റിൻ്റെ വാല്യൂ ആണ്. അതായത് 3 എന്ന് പറയുന്ന ഈ വാല്യൂ ഈ മെട്രിക്സിൽ എവിടെയാണ് കിടക്കുന്നത്? ഫസ്റ്റ് റോയിൽ തേർഡ് കോളത്തിൽ അല്ലേ? ഫസ്റ്റ് റോയിൽ തേർഡ് കോളത്തിൽ. ഫസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഇൻഡെക്സ് എന്താ? 0. തേർഡ് കോളം എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് എന്താ? 2. അതാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. 0th റോ, സെക്കൻഡ് കോളം, വാല്യൂ 3. ഇനി 4 എവിടെയാണ് കിടക്കുന്നത്? 0th റോയിൽ 4th കോളം അല്ലേ? 0th റോയിൽ 4th കോളത്തിൽ ഏതാ കിടക്കുന്നത്? 4. ഇനി 5 എവിടെയാണ് കിടക്കുന്നത്? ഫസ്റ്റ് റോ അല്ലേ? ഇത് ഫസ്റ്റ് റോ, ഇത് സെക്കൻഡ് റോ. ഇൻഡെക്സ് എടുക്കുമ്പോൾ സെക്കൻഡ് എന്നല്ലല്ലോ ഇൻഡെക്സ് എടുക്കുക, നമ്മൾ പറയണം കുറച്ചല്ലേ ഇൻഡെക്സ് എടുക്കുക. അതായത് ഫസ്റ്റ് ആണ് ഇൻഡെക്സ് വരിക റോയുടെ. ഇനി ഈ 5 എവിടെ കിടക്കുന്നത്? ഏത് കോളത്തിലാണ് കിടക്കുന്നത്? തേർഡ് കോളം ആണ്, പക്ഷേ ഇൻഡെക്സ് എടുക്കുമ്പോൾ സെക്കൻഡ് കോളം എന്ന് പറയണം. സോ 1 2 5 എടുക്കുന്നത് കേട്ടോ. 1 2, അതായത് ഫസ്റ്റ് റോ സെക്കൻഡ് കോളത്തിലാണ് 5 എടുക്കുന്നത്. 7 ഫസ്റ്റ് റോ തേർഡ് കോളം കണ്ടോ, ഫസ്റ്റ് റോ തേർഡ് കോളം. ഇനി 2 എവിടെ കിടക്കുന്നത്? ഇവിടെ, അതായത് ലാസ്റ്റ് റോവും സെക്കൻഡ് കോളും. ലാസ്റ്റ് റോ എന്ന് പറഞ്ഞാൽ ഏതാണ് വരിക? 3 അല്ലേ? അപ്പോൾ തേർഡ് റോയും ഫസ്റ്റ് കോളം ഏതാണ്? 2. തേർഡ് റോയും ഫസ്റ്റ് കോളം 2. ഇനി 6 തേർഡ് റോ സെക്കൻഡ് കോളം 6. ഓക്കെ, തേർഡ് റോ സെക്കൻഡ് കോളം 6. ഇങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇതാണ് ടാബുലർ സ്ട്രക്ചർ. ആദ്യം എന്ത് ചെയ്യണം? ഒരു മെട്രിക്സ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നമ്പർ ഓഫ് സീറോസിൻ്റെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ, നമ്പർ ഓഫ് സീറോസ് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇങ്ങനൊരു ടാബുലർ സ്ട്രക്ചർ നമ്മൾ ഫോം ചെയ്യും. അതിനകത്ത് എന്തൊക്കെ വേണം? റോ, കോളം, വാല്യൂ. വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കും. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള റോ നമ്പറും കോളം നമ്പറായിരിക്കും ആ ഒരു ഫീൽഡിൽ നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, അങ്ങനെ നമ്മൾ എഴുതി. ഇതാണ് നമ്മൾ എഴുതിയത്. ഇനിയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? സ്പാർസ് മെട്രിക്സ് ഫോം ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്പാർസ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് എൻട്രി, അതായത് ഫസ്റ്റ് ഈ എൻട്രി എന്ന് പറയുന്നത് എപ്പോഴും നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് ആയിരിക്കും. അതായത് ഈ ഒരു മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് റോസ് എത്രയാണ്? 1 2 3 4. നമ്പർ ഓഫ് കോളംസ് എത്രയാണ്? 5 അല്ലേ? അതാണ് ഫസ്റ്റ് എൻട്രി. കണ്ടോ, നമ്പർ ഓഫ് റോസ്, അതായത് ഈ സ്പാർസ് മെട്രിക്സിൻ്റെ 0 എലമെൻറ്റ്, 0th റോയിലെ 0th കോളം എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? നമ്പർ ഓഫ് റോസ് ആയിരിക്കണം. ഇനി 0th റോയിലെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ് ആയിരിക്കണം. 0th റോയിലെ സെക്കൻഡ് കോളം എലമെൻ്റ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് ആണ്. അതായത് ഇവിടെ എത്ര നോൺ സീറോ എലമെൻ്റ് ഉണ്ട്? 6 എണ്ണം. 3 4 5 7 2 6. ഓക്കെ, അപ്പോൾ എത്ര റോസ്? നമ്പർ ഓഫ് ആദ്യത്തെ എൻട്രി വരുന്നത് നമ്പർ ഓഫ് റോസ്, ആദ്യത്തെ എൻട്രി നമ്പർ ഓഫ് റോസ് 4, ദെൻ സെക്കൻഡ് എൻട്രി നമ്പർ ഓഫ് കോളംസ് 5, ദെൻ തേർഡ് എൻട്രി നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് 6. പിന്നെ ഇതാണ് നമ്മൾ ഫില്ല് ചെയ്യുന്നത്. ഓക്കെ, ഏത്? 0 2 3 അങ്ങനെ എഴുതി പോവാം. 0 2 3, ദെൻ 0 4 4, 0 4 4, 1 2 5, 1 2 5, 1 3 7, 1 3 7, 3 1 2, 3 1 2, 3 2 6, 3 2 6. ഓക്കെ, ഇപ്പോൾ നമുക്ക് സ്പാർസ് മെട്രിക്സിൽ ഞാൻ പറഞ്ഞു നമ്പർ ഓഫ് കോളംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ഫിക്സഡ് ആയിരിക്കും 3 അല്ലേ? 0 1 2. ഇനി നമ്പർ ഓഫ് റോസ് എത്രയാണ്? നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് പ്ലസ് 1. നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് എത്രയാണ്? 6 അല്ലേ? അതാണ് നമ്മളിവിടെ 6 എഴുതിയത്. പ്ലസ് 1 അതാണ് ഇത്. ഈ പ്ലസ് 1 എന്തിനായിരുന്നു? അതായത് ആ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്, എത്ര കോളം ഉണ്ട്, എത്ര നോൺ സീറോ എലമെൻ്റ് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഫസ്റ്റ് റോ നമ്മൾ എടുക്കുക. ഓക്കെ, അങ്ങനെയാണ് ശരിക്കും നമ്പർ ഓഫ് റോസ് എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് പ്ലസ് 1 വന്നത്. ഓക്കെ, എന്നാലാണ് നമ്മളിവിടെ ഈ സ്പാർസ് മെട്രിക്സിൽ നമ്മൾ എന്ത് മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ? നോൺ സീറോ എലമെൻറ്റുകൾ മാത്രമേ സ്റ്റോർ ചെയ്യുന്നുള്ളൂ. സീറോ എലമെൻറ്റ് നമ്മൾ സ്റ്റോർ ചെയ്യുന്നേ ഇല്ല. 0 എന്ന് പറഞ്ഞൊരു വാല്യൂ പ്രത്യേകം സ്റ്റോർ ചെയ്യേണ്ട കാര്യമൊന്നുമില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ സ്പെസിഫൈ ചെയ്യുന്നത്. അതായത് മൊത്തം
ഇപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല, ഈ ഒരു റോ ഇല്ലാതെ നമ്മൾ സ്പാർസ് മെട്രിക്സ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല എത്ര റോസ് ഉണ്ട് എത്ര കോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ ആദ്യത്തെ ഈ ഒരു എൻട്രി തന്നെ നമ്മൾ നമ്പർ ഓഫ് റോസും നമ്പർ ഓഫ് കോളംസും നമ്പർ ഓഫ് നോൺ സീറോ എലമെൻസും കൊടുക്കുമ്പോൾ തന്നെ കമ്പ്യൂട്ടറിന് മനസ്സിലാകും, അതായത് CPU മനസ്സിലാകുമോ ഇത്ര റോസും ഇത്ര നോൺ സീറോ എലമെൻസ് ഉണ്ട്, അതിനകത്ത് നോൺ സീറോ എലമെൻസ് മാത്രമാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്, അപ്പോൾ ബാക്കിയുള്ളതെല്ലാം എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അല്ലാതെ 0ക്ക് വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഒരു മെട്രിക്സ് സ്റ്റോർ ചെയ്യുന്ന പോലെ 1 by 1, അതായത് റോ മേജറിലോ അല്ലെങ്കിൽ കോളം മേജറിലോ ഒക്കെ നമ്മൾ സ്റ്റോർ ചെയ്യുന്ന പോലെ 1 by 1 ആയിട്ട് എല്ലാ എലമെൻറ്റും സ്റ്റോർ ചെയ്ത് പോകില്ല. കാരണം സീറോസ് അത്രയും സ്റ്റോർ ചെയ്യുന്നത് വേസ്റ്റേജ് ഓഫ് മെമ്മറി ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ സ്റ്റോർ ചെയ്യില്ല. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡാണ് സ്പാർസ് മെട്രിക്സ്. ഓക്കെ, കിട്ടിയില്ലേ? ഇനി വേറൊരു എക്സാമ്പിൾ നോക്കാം. ഞാൻ ഈ പറഞ്ഞതിൻ്റെ തിയറിയാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ, വായിച്ചു നോക്കാം. So a sparse matrix consists of 3 columns and number of non-zero elements plus 1 rows. The element 0, 0 in the sparse matrix is the number of rows in the original matrix. Original matrix inde number of rows ആയിരിക്കും 0, 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് അല്ലേ. 0, 0 എന്ന് പറഞ്ഞ എലമെൻറ്റ് എന്തായിരിക്കും, നമ്പർ ഓഫ് റോസ്, അതായത് 4 ഈ ഒരു ടേബിളിൽ. ഇനി അടുത്ത എന്താ, the element 0, 1 represents the number of columns in the original matrix. ഓക്കെ, ഇത് ഒറിജിനൽ മെട്രിക്സിൻ്റെ നമ്പർ ഓഫ് കോളം എത്രയായിരുന്നു, 5. അതാണ് നമ്മൾ 0, 1 എന്ന് പറഞ്ഞ എൻട്രി. ഇനിയോ, the element 0, 2 represents the number of non-zero elements in the original matrix. Okay, 0, 2 എന്ന് പറയുന്നത് എന്തായിരിക്കണം, number of non-zero elements in the original matrix. Okay, ഇനി from the second row onwards, second row എന്ന് പറഞ്ഞാൽ index 1 ആണ്, we are storing the non-zero elements with the row number and column number. Okay, അതായത് സെക്കൻഡ് റോ തൊട്ട്, സെക്കൻഡ് റോ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് 1 ആണ്, ഇവിടെ തൊട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഓരോ നോൺ സീറോ എലമെൻറ്റ്സ് നമ്മൾ സ്റ്റോർ ചെയ്യാണ് വിത്ത് ദ കറസ്പോണ്ടിങ് റോ നമ്പർ ആൻഡ് കോളം നമ്പർ. ഇൻ ദ ഫസ്റ്റ് കോളം, അതായത് ഇൻഡെക്സ് 0, വി ആർ സ്റ്റോറിങ് ദ റോ നമ്പർ, ആൻഡ് ഇൻ ദ സെക്കൻഡ് കോളം, അതായത് ഇൻഡെക്സ് 1, വി ആർ സ്റ്റോറിങ് ദ കോളം നമ്പർ. അതായത് ഫസ്റ്റ് കോളത്തിൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്, റോ നമ്പർ. സെക്കൻഡ് കോളത്തിൽ നമ്മൾ എന്താ സ്റ്റോർ ചെയ്യുന്നത്, കോളം നമ്പർ. ദെൻ തേർഡ് കോളത്തിൽ നമ്മൾ എന്ത് സ്റ്റോർ ചെയ്യും, വാല്യൂ, നോൺ സീറോ എലമെൻറ്റ് വാല്യൂ. ഇൻ ദ തേർഡ് കോളം, അതായത് ഇൻഡെക്സ് 2, വി ആർ സ്റ്റോറിങ് ദ എലമെൻറ്റ്. ഓക്കെ, ഈ ഒരു ടേബിൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇത് അങ്ങനെ തന്നെ നമ്മൾ ഇങ്ങോട്ട് എഴുതിപ്പോയാൽ മതി. ഓക്കെ, ഇങ്ങനെ കോളം വൈസ് എടുക്കുക, 0, 2, 3, 0, 2, 3, 0, 4, 4, 0, 4, 4, 1, 2, 5, 1, 2, 5, 1, 3, 7, 1, 3, 7, അങ്ങനെ നമുക്ക് എഴുതിപ്പോകാൻ പറ്റും. ഓക്കെ, ഇനി വേറൊരു എക്സാമ്പിൾ നോക്കിക്കേ. ഇതിനകത്ത് 4 കോളം ഉണ്ട്, ഇൻഡെക്സ് സ്റ്റാർട്ടിങ് ഫ്രം 0 to 3 ആൻഡ് 5 റോസ് 0 to 4. ഇതിനകത്ത് 0, 4, 0, 5, 0, 0, 3, 6, 0, 0, 2, 0, 2, 0, 0, 0, 1, 0, 0, 0. ഇതിനകത്ത് 4, 5, 3, 6, 2, 2, 1, 7 നോൺ സീറോ എലമെൻറ്റ്സ് ആണ്, ബാക്കി എല്ലാവരും സീറോ എലമെൻ്റ് ആണ്. മെജോറിറ്റി ഏതാണ്, സീറോ എലമെൻറ്റ്സ്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പാർസ് മെട്രിക്സിലേക്ക് മാറ്റണം. ആദ്യം എന്താ ചെയ്യേണ്ടത്, ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. ടേബിളിൽ എന്താ പറയേണ്ടത്, ആദ്യം എന്ത് ചെയ്യുക, എല്ലാ വാല്യൂ എന്ന് പറയുന്ന ഫീൽഡിലേക്ക് എല്ലാ നോൺ സീറോ എലമെൻറ്റ്സും എഴുതുക. ഏതൊക്കെയാ, 4, 5, 3, 6, 2, 2, 1 ഉണ്ടോ, 4, 5, 3, 6, 2, 2, 1. ഇനി അതിന് കറസ്പോണ്ടിങ് റോ നമ്പറും കോളം നമ്പറും എഴുതിയാൽ മതി. ഇങ്ങനെ നമ്മൾ സൈഡിൽ ഇൻഡെക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് പെട്ടെന്ന് എഴുതാൻ പറ്റും. ഓക്കെ, 4 എന്ന് പറഞ്ഞ ഏതായിരിക്കും, 0, 1, 0, 1, 4. ഇനി 5 എന്ന് പറഞ്ഞ ഏതായിരുന്നു, 0, 3. ഇപ്പം എന്ത് ചെയ്യും, 0, 3, 5. ഇനി 3 കിട്ടുന്ന ഏതാ, 1, 2. അപ്പോൾ 1, 2, 3. ഇനി 6 വരുന്നതോ, 1, 3, 6, 1, 3, 6. ഇനി ഈ 2 വരുന്നതോ, 2, 2. അപ്പോൾ എന്തെഴുതി, 2, 2, 2. ഇനി ഈ 2ഓ, 3, 0. അപ്പോൾ 3, 0, 2. ഇനി ഈ 1 4, 0. സോ 4, 0, 1. അങ്ങനെ മൊത്തം എത്ര റോസ് ഉണ്ട്, ഈ ഒരു ഒറിജിനൽ മെട്രിക്സിൽ എത്ര റോസ് ഉണ്ട്, 5 റോസ്. എത്ര കോളം ഉണ്ട്, 4 കോളം. ദെൻ എത്ര നോൺ സീറോ എലമെൻ്റ് ഉണ്ട്, 7 നോൺ സീറോ എലമെൻ്റ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എൻട്രി, സ്പാർസ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് എൻട്രി ഇതാണ്, നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളംസ് ആൻഡ് നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ്. സ്പാർസ് മെട്രിക്സ് എഴുതി എങ്ങനെയാണ്, 3 കോളം, എത്ര റോസ് വേണം, നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ്സ് പ്ലസ് 1. എത്ര നോൺ സീറോ എലമെൻറ്റ്സ് ഉണ്ട്, 7. സോ 7 + 1 8 റോസ് വേണം. അപ്പോൾ ഇൻഡെക്സ് എങ്ങനെയായിരിക്കും, 0 തുടങ്ങി 7 വരെ ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് എൻട്രി എന്തായിരിക്കണം, നമ്പർ ഓഫ് റോസ്, നമ്പർ ഓഫ് കോളം ആൻഡ് നമ്പർ ഓഫ് നോൺ സീറോ എലമെൻറ്റ് 5, 4, 7. പിന്നെ നമ്മൾ ഇതിങ്ങനെ എഴുതിയാൽ മതി, 0, 1, 4, 0, 1, 4, 0, 3, 5, 0, 3, 5, 1, 2, 3, 1, 2, 3, 1, 3, 6, 1, 3, 6, 2, 2, 2, 2, 2, 2,
302 302 401 401. ഓക്കെ, ഇപ്പോൾ ഈ ടേബിൾ ഇങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ വന്നത്. ഓക്കെ, ഇത് നേരെ ഇത് നേരെ ഇങ്ങനെ എഴുതിയെന്നേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല, നിങ്ങൾക്ക് ആ കോൺസെപ്റ്റ് മനസ്സിലായാൽ നമുക്കത് എഴുതി പോകാം. ഓക്കെ, ഇതാണ് സ്പാർസ് മെട്രിക്സ്. ബാക്കി പ്രോഗ്രാമാണ് നമുക്ക് അടുത്ത ദിവസം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്ത് ചെയ്യണം, നിങ്ങൾ ഇൻറ്ററാക്ഷന് വരുമ്പോൾ ഈ ഒരു മെട്രിക്സിൻ്റെ കറസ്പോണ്ടിങ് ടാബുലാർ സ്ട്രക്ചറും അതേപോലെ അതിൻ്റെ സ്പാർസ് മെട്രിക്സും എഴുതണം. ഓക്കെ, എഴുതിയിട്ട് വേണം നിങ്ങൾ ഇൻറ്ററാക്ഷന് വരാനായിട്ട്. ഓക്കെ, താങ്ക് യു.